എന്തുകൊണ്ടാണ് ലോകത്തെ മുസ്ലിങ്ങൾ, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഈ പീഡനങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മൊത്തം അനുഭവിക്കേണ്ടി വരുന്നത്? എന്താ കാര്യം? നമ്മൾ കഴിഞ്ഞ വിശുദ്ധ റമദാൻ മാസത്തിന്റെ അനുഗ്രഹീതമായ 17 രാവിലെ എല്ലാ പള്ളികളിലും 17 രാവ് കൊണ്ടാടി കാണുമല്ലോ ബദർ ദിനം. എല്ലാ പള്ളികളിലും ബദർ ദിനം കൊണ്ടാടി കാണും. ബദർ ദിനത്തിൽ ഓരോ പള്ളികളിലും വിശാലമായ നിലയിൽ ഓരോരുത്തരുടെയും സാമ്പത്തിക ശേഷി അനുസരിച്ച് പത്തിരി ഇറച്ചി ഉണ്ടാക്കിയ സ്ഥലം ഉണ്ടാവും, ബിരിയാണി ഉണ്ടാക്കിയ സ്ഥലം ഉണ്ടാവും, അതുപോലെ തന്നെ അവല് കൊടുത്ത സ്ഥലം ഉണ്ടാവും, പഴം കൊടുത്ത സ്ഥലം ഉണ്ടാവും. 17 രാവ് ഗംഭീരമായി കൊണ്ടാടിയിട്ടുണ്ട്. ആ 17 രാവിലോ അതിന് മുമ്പോ അതിനു ശേഷമോ ആ 17 രാവിനെ ലോകത്തിന്റെ മുന്നിൽ എക്കാലവും സ്മരിക്കുന്നതാക്കി മാറ്റിയ ചരിത്രത്തിലെ ജാജ്വല്യമാനമായ ബദരീങ്ങളുടെ ചരിത്രം നാം എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ മക്കളെ? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരനോട് ഞാൻ ചോദിക്കുകയാ, പ്രതികരണശേഷി നഷ്ടപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരനുണ്ടല്ലോ, ഇന്നും എന്തെല്ലാം പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമ്പോഴും മദ്യഷാപ്പുകളിൽ അന്തി ഉറങ്ങുന്ന മുസ്ലിം ചെറുപ്പക്കാരനുണ്ടല്ലോ, പകലുകളെല്ലാം വഴിയോരത്തിരുന്ന് ചീട്ട് കളിച്ചും പഞ്ചീസ് കളിച്ചും സമയം കളയുന്ന മുസ്ലിം ചെറുപ്പക്കാരനുണ്ടല്ലോ, തനിക്ക് അല്ലാഹു തന്നിട്ടുള്ള ആയുസ്സും തനിക്ക് തന്നിട്ടുള്ള ആരോഗ്യവും തനിക്ക് തന്നിട്ടുള്ള പണവുമെല്ലാം ഇങ്ങനെ നശിപ്പിച്ച് 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 ലക്ഷ്യം കിട്ടാതെ ഗതി കിട്ടാ പ്രേതം പോലെ ചുറ്റിയലയുന്ന മുസ്ലിം ചെറുപ്പക്കാരനുണ്ടല്ലോ. ഞാൻ ചോദിക്കുകയാ, കഴിഞ്ഞ വിശുദ്ധ റമദാനിൽ അതോ അതിനു മുമ്പോ അതിനു ശേഷമോ എപ്പോഴെങ്കിലും ഒരിക്കൽ ബദരീങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്ത് ഇത്രയധികം സ്മരിക്കപ്പെടുന്നവരായി തീർന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ട് കാണും, ബദരീങ്ങൾ ബദർ യുദ്ധത്തിൽ സൃഷ്ടിച്ച ഉജ്ജ്വലമായ വിജയം, നേടിയെടുത്ത ഉജ്ജ്വലമായ വിജയം. 16 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് പിടിച്ചു ക്ഷീണിച്ചവർ 16 ദിവസം തുടർച്ചയായി നോമ്പ് പിടിച്ചു എന്ന് പറയുമ്പോൾ ആ വർഷത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് വിശുദ്ധ റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയത്. വിശുദ്ധ റമദാനിൽ അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയ ഹിജ്റയുടെ 2ാം വർഷമായ ആ വർഷത്തിലാണ്, ആ കൊല്ലമാണ് സഹാബാക്കൾ ആദ്യമായിട്ട് നോമ്പ് നോക്കുന്നതിന് മുമ്പ് ഒരിക്കലും ഒരു നോമ്പ് നോക്കിയിട്ടില്ല. അതും തുടർച്ചയായി 16 ദിവസം. എന്താ അവരുടെ ഭക്ഷണം? നമ്മുടെ അവസ്ഥ എന്താ? ശഅബാൻ 29 തൂക്കി നോക്കിയാൽ 45 കിലോ കാണും. നോമ്പ് 30 നോറ്റ് കഴിഞ്ഞിട്ട് റമദാൻ 29 അന്ന് വെറുതെ ഒന്ന് തൂക്കി നോക്കിയാൽ 65 കിലോ കാണും. റമദാൻ ആവുമ്പോ ഏറ്റവും കുറഞ്ഞത് 20 കിലോ കൂടും. കാരണം എന്താ? റമദാൻ എന്ന് പറഞ്ഞാൽ ഈ ലോഡിങ്ങും അൺലോഡിങ്ങും ഏറ്റവും ശക്തമായിട്ട് നടക്കുന്ന സമയമാണ്. രാത്രിയായ അങ്ങോട്ട് മഗ്രിബിന്റെ ബാങ്ക് കേട്ടാ പിന്നെ സുബഹിക്ക് വേണ്ടി മൈക്കിൽ മുട്ടുമ്പോഴും പോയി ഒരു ഗ്ലാസ് കൂടെ കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്ത് കുടിക്കും. അങ്ങനെയാണ് നമ്മൾ പലരും കരുതിയിരിക്കുന്നത് റമദാൻ മാസം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ എത്രത്തോളം ഭക്ഷണം കഴിക്കാം എന്നുള്ളതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയുള്ള മാസമാണെന്നാ പലരും കരുതിയിരിക്കുന്നത്. പോട്ടെ, മറ്റൊരു വിഷയം. അപ്പോൾ വടക്കോട്ടൊക്കെ പോകുമ്പോഴാണ് റമദാന്റെ ആ അനുഭവിക്കുന്ന റമദാനെ ഇങ്ങനെ നോമ്പ് മുറി, നോമ്പങ്ങോട്ട് ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളെല്ലാം മേശപ്പുറത്ത് നിറഞ്ഞുകൊണ്ട് നോമ്പ് മുറി. അപ്പൊ തന്നെ നമ്മുടെയൊക്കെ വയറ് നിറയും. പിന്നെ ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ വന്ന് വിളിക്കും ആ കഴിക്കാൻ. അതെന്താ? നോമ്പ് തുറ. അപ്പൊ നേരത്തെ എന്തായിരുന്നു? അത് മുറി. പിന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോ അത്താഴം, മുത്താഴം, ഇങ്ങനെ ഇടയ്ക്കും ഒരു സുബഹി വരെ തീറ്റയുടെ മത്സരമാണ്. റപ്പായി കൊണ്ട് തീറ്റ തന്നെ തീറ്റ. അപ്പൊ അങ്ങനെ ആയിരുന്നില്ല. അതൊക്കെ റമദാന്റെ ചൈതന്യം തീറ്റ കൊണ്ടുണ്ടാവുകയില്ല. നമുക്ക് റമദാൻ അല്ലാത്തതുകൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ മാസത്തിൽ അവര് 16 ദിവസം തുടർച്ചയായി നോമ്പ് നോറ്റത് ഒരു കീറ് കാരയ്ക്ക വേറൊന്നും കഴിക്കാനില്ല. എന്നിട്ട് പിന്നെ അത്താഴം വരെ ഒന്നുമില്ല. അത്താഴത്തിന് ഇടയത്താഴത്തിന് ഒരു ഗ്ലാസ് വെള്ളം, കിട്ടിയാൽ ഒരു ഗ്ലാസ് പാൽ, ഇതല്ലാതെ വേറൊന്നുമില്ല. ഈ അവസ്ഥയിലാണ് അവർ നോമ്പ് നോക്കുന്നത്. അങ്ങനെ 16 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് നോറ്റ് പട്ടിണി കിടന്ന് 16 ദിവസം കൊണ്ട് ക്ഷീണിച്ചവശരായി ഒരു കീറ് കാരയ്ക്ക കൊണ്ട് നോമ്പ് മുറിച്ച് വീണ്ടും രാത്രി മൊത്തം ഒന്നും കഴിക്കാനില്ലാതെ കഷ്ടപ്പെട്ട് അത്താഴത്തിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വീണ്ടും നോമ്പ് നോറ്റ് ക്ഷീണിച്ചവശരായി തളർന്ന അവരുടെ മുന്നിലതാ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയില്, ആശ്രയമില്ലാതെ നിവർന്നു നിൽക്കൽ പോലും ബുദ്ധിമുട്ടായ അവസ്ഥയിൽ വിശുദ്ധ റമദാന്റെ 16ാമത്തെ ദിവസം അങ്ങോട്ട് കഴിയാനായപ്പോൾ അവരതാ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാവുകയാണ്. സത്യത്തിനു വേണ്ടി, ധർമ്മത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, പ്രവാചകന് വേണ്ടി പോരാടാൻ അവർ തീരുമാനിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വന്നു മഹാനായ പ്രവാചകൻ ആ വിധി ഓതി കേൾപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സഹാബാക്കളുടെ മുന്നില് അവരോട് പറഞ്ഞു, നമ്മൾ പറന്നു വീണ നാട്ടിൽ ആദർശ പ്രബോധനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ കുഫാറുകൾ നമ്മളെ ആട്ടിപ്പായിച്ചു.
പറന്നു വീണ നാട്ടിൽ ജീവിക്കാൻ നമ്മെ അനുവദിച്ചില്ല. അവസാനം അവിടെ നിന്ന് നമുക്ക് ഓടിപ്പോരേണ്ടി വന്നു. നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോന്ന് ഇവിടെ വന്ന് താമസിക്കാൻ തീരുമാനിച്ചിട്ടും ഇവിടെയും സ്വസ്ഥമായി ആദർശ പ്രബോധനം നടത്താൻ നമ്മെ അനുവദിക്കുന്നില്ല. ഇത് നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ. നമുക്ക് പോരാടുക തന്നെ. നാം അങ്ങിലി പരിമിതമല്ലേ റസൂലേ, നമുക്ക് ആയുധമില്ലല്ലോ റസൂലേ, നമുക്ക് ഭക്ഷണമില്ലല്ലോ റസൂലേ, നമ്മളെ ബുദ്ധിമുട്ടി പോകില്ലേ റസൂലേ? ഇതൊന്നും ചോദിച്ചുകൊണ്ട് സ്വഹാബാക്കളെ മഹാനായ പ്രവാചകന്റെ തീരുമാനത്തിന്റെ റബ്ബിന്റെ വിധിക്ക് മുന്നില് എതിരഭിപ്രായം പറയാൻ തയ്യാറായില്ല. അവരതാ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അവരോട് വാക്ക് കൊടുക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, ഈ പോരാട്ടത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ എക്കാലവും യുദ്ധത്തോടെ നമുക്കും നമ്മുടെ സമൂഹത്തിലും ജീവിക്കാൻ കഴിയും. അതല്ല ഈ പോരാട്ടത്തിലെങ്ങാനും നിങ്ങൾ രക്തസാക്ഷികളായാൽ അടിവാരത്തുകൂടി അരുവിയൊഴുകുന്ന ആരാപത്തിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് കടക്കുവാൻ കഴിയും. രണ്ടായാലും ലാഭം തന്നെ കേട്ടോ. അതുകൊണ്ട് പുറകോട്ട് പോകണ്ട, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകന്റെ നേതൃത്വത്തിൽ അവർ രണാങ്കണത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാ. പക്ഷേ അവരുടെ കയ്യിൽ വാളുകളില്ല, അവരുടെ കയ്യിൽ പരിചകളില്ല, അവർക്ക് കൊഴുത്തു പഠിച്ച ഒട്ടകങ്ങളില്ല, കുതിരകളില്ല. ഏതാനും തുരുമ്പിച്ച വാളുകളും ഏതാനും മെലിഞ്ഞ ഒട്ടകങ്ങളും 16 ദിവസം പട്ടിണി നിന്ന തളർന്ന ശരീരവുമായിട്ട് അവർ യുദ്ധം നയിക്കാൻ പോകാനൊരുങ്ങുമ്പോൾ മറുഭാഗത്തെ അവസ്ഥ എന്താ? ആയിരക്കണക്കിന് ശത്രുക്കൾ പടയെടുത്തുകൊണ്ട് വരികയാ. അവരുടെ കയ്യിൽ കൊഴുത്തു പഠിച്ച ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്. എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധം നടത്തുന്നതിന് ആവശ്യമായ ആയുധങ്ങളുണ്ട്. എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധത്തിനായി തങ്ങിയാൽ കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്. എല്ലാമായിട്ട് അവരതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹുങ്കാരം മുഴക്കി പടയെടുത്തു വരികയാ. പ്രോത്സാഹിപ്പിക്കാൻ ഭാര്യമാര് മക്കളെ യുദ്ധത്തിന്റെ അങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ നൃത്തം ചവിട്ടി പ്രോത്സാഹിപ്പിക്കാൻ ഭാര്യമാരുണ്ട്, പാട്ടുപാടിക്കൊടുക്കാൻ മക്കളുണ്ട്. എല്ലാവരുമായി സദാ കുടുംബസഹിതം വരികയാ മദീനയിലേക്ക്. രണാങ്കണത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ്. ആയിരക്കണക്കിന് ശത്രുക്കൾ ഇങ്ങനെ നിരന്നു കഴിഞ്ഞപ്പോ മദീനയിലെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ഈ ശത്രുക്കളെല്ലാം അവരുടെ ആയുധങ്ങളും വാഹനങ്ങളുമായി തയ്യാറായപ്പോ അപ്പുറത്ത് നിന്ന് 313 വേച്ച് വരുന്ന പേക്കോലങ്ങളെ കണ്ടുകൊണ്ട് കുഫാറുകളുടെ നേതാക്കൾ പരിഹാസത്തോടെ ചോദിച്ചു, ഇവറ്റകളോട് മല്ലടിക്കാനാണോ ഞങ്ങൾ ഇത്രയും ആളുകൾ അവിടെ നിന്ന് പടയെടുത്ത് ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നത്? ഇവറ്റകളോട് പോരടിക്കാൻ ഞങ്ങളിൽ നിന്ന് വളരെ തുച്ഛമാളുകൾ മതിയായിരുന്നല്ലോ. എന്തിനാണ് ഞങ്ങളെ ഒക്കെ കൂടി വിളിച്ചുകൊണ്ടുവന്നതെന്ന് നേതാക്കന്മാരോട് ചോദിക്കുന്ന അനുയായികള്, സാരമില്ല നമുക്ക് പെട്ടെന്ന് കഥ തീർത്തിട്ട് കടന്നു പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സമാധാനിപ്പിച്ച് നിൽക്കുമ്പോൾ ആ 313 പേരിതാ വരികയാണ്. കടലിൽ കായം കലക്കിയതുപോലെ ഈ വലിയ ജനസഞ്ചയത്തിന്റെ ആയുധക്കൂട്ടങ്ങളുമായി നിൽക്കുന്നവരുടെ മുന്നിലേക്ക് ഈ 313 ദുർബലരെന്ന് കാഴ്ചയിൽ തോന്നുന്നവർ നോമ്പ് നോറ്റ് ക്ഷീണിച്ച് വേച്ച് കടന്നു വരുമ്പോൾ ഇപ്പൊ തന്നെ കഥ കഴിയുമെന്ന് കരുതിക്കൊണ്ട് വാളിന്റെ വായ്ത്തലയുടെ മൂർച്ച പരിശോധിച്ചുകൊണ്ട് രണാങ്കണത്തിൽ നിന്ന് പുഞ്ചിരിയുമായി പരിഹാസച്ചിരിയുമായി യുദ്ധത്തെ നേരിടാൻ തയ്യാറായ ശത്രുക്കളുടെ മുന്നില് ആ 313 പേർ അടുത്തെത്തുന്നു. വാളുകൾ ഉയരുന്നു, കുതിരകൾ ചലിക്കുന്നു, അന്തരീക്ഷത്തിലൂടെ പൊടിപടലങ്ങൾ പാറുന്നു. അതാ 313 പേരുടെ വായിൽ നിന്ന് പുറത്തേക്കൊരു മുദ്രാവാക്യം വരുന്നു, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. വാളുകൾ ഞങ്ങൾക്ക് വേണ്ടടോ, ഒട്ടകങ്ങൾ ഞങ്ങൾക്ക് വേണ്ടടോ, പരിചകൾ ഞങ്ങൾക്ക് വേണ്ടടോ, കുതിരകൾ ഞങ്ങൾക്ക് വേണ്ടടോ. ഹസ്ബുനല്ലാഹ്, ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു ഞങ്ങൾക്ക് മതിയടോ, അല്ലാഹു ഞങ്ങൾക്ക് മതിയടോ, അല്ലാഹു ഞങ്ങൾക്ക് മതിയടോ. ആ റബ്ബിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടം. ഞങ്ങൾ വാളുകളിൽ ബലമർപ്പിക്കുന്നില്ല, ഞങ്ങൾ പരിചകളിൽ വിശ്വാസമർപ്പിക്കുന്നില്ല, ഞങ്ങൾ ഒട്ടകങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുന്നില്ല. ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തം പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആകാശ
ആകാശഭൂമികളുടെ സംവിധായകനിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തവും. ആ റബ്ബിൽ ഞങ്ങളുടെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ മുന്നേറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ 313 പേര് ഏതാനും മിനിറ്റുകൾ രണാങ്കണത്തിൽ പോരടിച്ചപ്പോൾ ചരിത്രത്തിലെ അത്ഭുതം സംഭവിക്കുകയാ. ആയിരക്കണക്കിന് ശത്രുക്കൾ നിർനിമേഷരായി നിശ്ചലരായി അർത്ഥപ്രജ്ഞരായി നോക്കി നിൽക്കയാ. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ കണ്ണുതല്ലി നോക്കി നിൽക്കുമ്പോൾ അതാ ഹുങ്കാരം വിളക്കി പടയെടുത്ത് വന്ന കുഫാറുകൾ അത്ഭുത സ്തബ്ധരായി നോക്കി നിൽക്കുമ്പോൾ അവരുടെ ഇടയിലേക്കതാ ഹസ്ബുനല്ലാഹ് 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 അതൊരു വികാരമായി പടരുകയാണ്. ഹസ്ബുനല്ലാഹ് 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 ആ മുദ്രാവാക്യവുമായി അവർ രണാങ്കണത്തിൽ ഏറ്റുമുട്ടുകയാണ്. ശത്രുക്കളിൽ നിന്ന് ധാരാളം പേരുടെ ശിരസ്സത്ത് നിലത്ത് വീഴുകയാണ്. ശത്രുക്കളുടെ ചോര കൊണ്ട് അന്തരീക്ഷം ചുമക്കുകയാണ്. മദീനയുടെ മണൽത്തരികൾ സഞ്ചാരമണിയുകയാണ്. ബാക്കിയുള്ളവർ തിരിച്ചോടുകയാണ്. ഒട്ടകങ്ങളെ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു, കുതിരകളെ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു, വാളുകൾ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു, ആഹാര സാധനങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടോടുന്നു. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ശത്രുക്കൾ തിരിച്ചു പരക്കം പായുകയാ. 313 പേര് ആയുധങ്ങളോട് പടവെട്ടി, ആയുധങ്ങളില്ലാതെ പടവെട്ടി, ആരോഗ്യമില്ലാതെ പടവെട്ടി, പരിചകളും വാളുകളുമില്ലാതെ, ഒട്ടകങ്ങളില്ലാതെ, കുതിരകളില്ലാതെ പടവെട്ടി ആ 313 പേര് ഉജ്ജ്വലമായ വിജയം ധരിക്കുകയാ. എങ്ങനെയാ ഇത് കഴിഞ്ഞത്? മഹാനായ റസൂലുള്ളാഹി എന്ത് രസം സലാത്ത് കേട്ടിട്ട്. എനിക്കൊരു 4 മണിക്കൂർ അങ്ങ് വാന്ന് പറയാൻ തോന്നുന്നു സലാത്തിന്റെ ശക്തി കേട്ടിട്ട്. നാണമില്ലേ മക്കളെ? അള്ളാഹിന്റെ റസൂലിന്റെ പേര് കേട്ടിട്ട് എന്താ ഞാൻ നരസിംഹറാവുവിന്റെ പേരാ പറയുന്നത്? മഹാനായ മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടലിൽ കായം കലക്കിയത് പോലായി. അത് പോരാ, നമ്മുടെ കൽബൊന്നും വരട്ടെ. എനിക്കറിയാം കുറച്ച് കസ്ബത്തുൽ കൽബുള്ളവരാണെന്ന് അർത്ഥം ഞാൻ പറയുന്നില്ല, അവർക്കൊക്കെ മനസ്സിലാവും. കുറച്ച് കട്ടിയുള്ളവരാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഒരുപാട് കട്ടിയാകരുത്. റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ എല്ലാ കട്ടിയും പോണ്ടേ മക്കളെ? അള്ളാഹിന്റെ റസൂലിന്റെ പേരെങ്ങോട്ട് കേട്ടാൽ നമ്മൾ ആവേശഭരിതരാകണ്ടേ? ആരാണ് ആ പ്രവാചകൻ? ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണക്കാരനല്ലേ? വിനീതനായ ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ, എന്റെ മുന്നിൽ ഈ മനുഷ്യ സഞ്ചയം എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മൊത്തം കാരണക്കാരൻ ആരാ? ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ കോടാനുകൂടി മണൽത്തരികളുടെ സൃഷ്ടിപ്പിന്റെ കാരണക്കാരൻ ആരാ? എനിക്കും നിങ്ങൾക്കും മറപകരുന്ന, എനിക്കും നിങ്ങൾക്കും തണലായി ആകാശത്തിലെയും ആകാശത്തിന്റെ അത്ഭുതങ്ങളുടെയും സൃഷ്ടിപ്പിന്റെ കാരണക്കാരൻ ആരാ? ഈ പ്രാപഞ്ചിക രഹസ്യങ്ങളുടെ മൊത്തവും താക്കോൽ സൂക്ഷിപ്പുകാരൻ ആരാ? നമ്മുടെ ഹബീബായ നബിയല്ലേ? ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ പ്രേരണ കൂടാതെ നമുക്ക് ഉറക്ക സ്വലാത്ത് ചൊല്ലാൻ കഴിയണം. ആവേശഭരിതരായി സ്വലാത്ത് ചൊല്ലാൻ കഴിയണം. ഒരുപക്ഷേ നെല്ലിക്കുഴിയുടെ ഈ മണൽത്തരികൾ ഇന്നുവരെ ഇങ്ങനെ ഒരു മനുഷ്യ സഞ്ചയത്തിന്റെ സാക്ഷ്യം വഹിച്ച് കാണില്ല. നമ്മളിവിടെ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ജനക്കൂട്ടം അതിശക്തമായി ഈ മണൽത്തരിയെ പുണ്യമുള്ളതാക്കണം. ഈ അന്തരീക്ഷത്തെ അനുഗ്രഹീതമാക്കണം. ഈ രാത്രിയെ വിസ്മരിക്കപ്പെടുന്ന അല്ലാത്ത എന്നുമെന്നും ഓർമ്മിക്കപ്പെടുന്ന രാത്രിയാക്കി നമുക്ക് മാറ്റാം. ഈ രാത്രി നാളെ പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ പ്രതിഫലത്തിന്റെ കണക്ക് രേഖപ്പെടുത്ത പേപ്പറായി നമ്മുടെ മുന്നിൽ ഈ രാത്രി എത്തണം. അതുകൊണ്ട് ഉറക്ക സ്വലാത്തിന്റെ മുഹമ്മദ് മുസ്തഫ. ഒന്നുമായില്ല. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ, മലഹറുൽ അത്തമായ മുഹമ്മദ് മുസ്തഫ, സ്വാദിഖുൽ മസ്ദൂഖായ മുഹമ്മദ് മുസ്തഫ, ഷഫീഉൽ മുദ്നിബീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിൽ 313 സഹാബാക്കൾ ചരിത്രത്തിൽ നമുക്ക് രചിച്ചു വെച്ച അത്ഭുതം. അവർക്കതെങ്ങനെ കഴിഞ്ഞു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ 313 പേർക്ക് ആയിരക്കണക്കിന് ശത്രുക്കളോട് ഏതാനും മിനിറ്റുകൾ മല്ലടിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന, ആയുധമില്ലാതിരുന്ന, മറ്റ് സംവിധാനങ്ങളില്ലാതിരുന്ന ഈ 313 പേർ എങ്ങനെയാ ആയുധങ്ങളുടെ മുന്നിൽ ഈ വിജയം വരിച്ചത്? നമ്മൾ പറയും, അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ആകാശത്ത് നിന്ന് അല്ലാഹു അവന്റെ മലക്കുകളെ മാലാഖമാരെ ഇറക്കി കൊടുത്തുകൊണ്ട് ബദ്രീങ്ങളെയും പ്രവാചകനെയും സഹായിച്ചു എന്ന് അല്ലാഹു അവന്റെ ഖുർആനിലൂടെ പറയുന്നു. അപ്പൊ മലക്കുകൾ ഇറങ്ങി സഹായിച്ചത് കൊണ്ടാണ് ബദ്രീങ്ങൾ രക്ഷപ്പെട്ടത്. ഇത് നമുക്കൊക്കെ അറിയാം. ബദ്രീങ്ങളെ അല്ലാഹു തആല സഹായിച്ചു.
ആ 313 പേര് ആയിരങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് പെട്ടപ്പോൾ അവർക്ക് വെറും ഒരു മനുഷ്യന്റെ ശക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ മിനിറ്റുകൾ കൊണ്ട് അവർ നിലം പരിശാക്കപ്പെടുമായിരുന്നു. എന്നാൽ അതല്ല സംഭവിച്ചത്. അള്ളാഹു ആകാശത്ത് നിന്ന് അത്ഭുതകരമായി മലക്കുകളെ ഇറക്കിക്കൊടുത്ത് പടച്ച തമ്പുരാൻ സഹായിച്ചു. ഈ മലക്കുകൾ അള്ളാഹു തആല ആകാശത്തുനിന്ന് ഇറക്കിക്കൊടുത്ത ഈ മലക്കുകൾ എന്തുകൊണ്ടാണ് മക്കളെ ഭഗൽപൂരിൽ 4000 പേരെ ഒരൊറ്റ രാത്രിയിൽ കൊന്നൊടുക്കിയിട്ട് അള്ളാഹു എന്താ മലക്കുകളെ ഇറക്കാതിരുന്നത്? എന്താ ബോംബെയുടെ തെരുവോരങ്ങളിൽ ആയിരക്കണക്കിന് നിരപരാധികളെ പേപ്പട്ടികളെ പോലെ കൊന്നൊടുക്കിയിട്ട് എന്താ ബോംബെയുടെ തെരുവോരങ്ങളിൽ അള്ളാഹു തആല മലക്കുകളെ ഇറക്കി മുസ്ലിങ്ങളെ സഹായിക്കാതിരുന്നത്? എന്തുകൊണ്ടാ സൂറത്തിന്റെയും മീറത്തിന്റെയും തെരുവോരങ്ങളില് അപ്പുറത്തുനിന്ന് പ്രസംഗം കേൾക്കുന്ന നിങ്ങളുടെ പെണ്ണന്മാരെയും ഭാര്യമാരെയും പോലെ എന്റെയും നിങ്ങളുടെയും സഹോദരിമാരെ സൂറത്തിന്റെയും മീറത്തിന്റെയും തെരുവോരങ്ങളില് തലയിൽ തട്ടവിട്ടിരുന്ന പർദ്ദയിട്ടിരുന്ന മസ്തയിട്ടിരുന്ന ഉമ്മമാരെയും പെണ്ണന്മാരെയും പട്ടാപ്പകലും നടുറോഡിലേക്ക് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ആ രംഗം വീഡിയോ ക്യാമറകളിൽ പകർത്തിയെടുത്തിട്ട് എന്തുകൊണ്ടാണ് അവിടെ അള്ളാഹുവിന്റെ മലക്കുകളെ ഇറക്കി മുസ്ലിങ്ങളെ സഹായിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് കോയമ്പത്തൂരിന്റെ തെരുവോരങ്ങളിൽ ഒറ്റ രാത്രി കൊണ്ട് 30-ലധികം പള്ളികൾ തകർത്ത് തരിപ്പണമാക്കപ്പെട്ടിട്ട് ധാരാളം പേര് കൊലപ്പെടുത്തപ്പെട്ടിട്ട് 2000 കോടി രൂപയുടെ സ്വത്തുക്കൾ നശിപ്പിക്കപ്പെട്ടിട്ട് എന്താ കോയമ്പത്തൂരിൽ അല്ലാഹു തആല അവന്റെ മലക്കുകളെ ഇറക്കി മുസ്ലിങ്ങളെ സഹായിക്കാതിരുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. ഇപ്പം മലക്കുകളില്ലേ അല്ലാഹ്? ഇല്ലേ? അങ്ങനെ തോന്നുന്നുണ്ടോ? ഉണ്ട്. മലക്കുകൾ ഇപ്പോഴും ഉണ്ട്. അള്ളാഹുവിന്റെ ശക്തിക്ക് ഒരിക്കലും ഒരു കുറവും വരുകയില്ല. മലക്കുകളുടെ മേൽ അള്ളാഹുവിനുള്ള നിയന്ത്രണത്തിന് ഒരു കുറവും വരില്ല. മലക്കുകളിൽ ആരും പണിമുടക്കിൽ ഏർപ്പെടാറില്ല. പിന്നെന്താ പടച്ചവൻ മലക്കുകളെ ഇങ്ങോട്ട് വിട്ട് ഈ മുസ്ലിങ്ങളെ അങ്ങ് സഹായിച്ചിട്ടുണ്ടായിരുന്നോ? എന്താ കാര്യം? പരിശുദ്ധ ഖുർആൻ നമുക്ക് ഉറപ്പു തരുന്നു, നിങ്ങൾ നിന്നിതരാവില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ട, അന്ധമില്ല, നിങ്ങൾ പരമോന്നതന്മാരാണ്, നിങ്ങൾക്കൊരു കുഴപ്പവും പറ്റില്ല. എന്നിട്ട് എന്തേ അള്ളാഹു തആല ഉന്നതന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ട നമുക്ക് എന്തുകൊണ്ട് മലക്കുകളുടെ സഹായം കിട്ടുന്നില്ല? എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മലക്കുകളെ വിട്ട് നമ്മളെ സഹായിക്കുന്നില്ല? മഹാനായ വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഉന്നതമായ പദവികളും വിജയങ്ങളും വാഗ്ദാനം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ചെച്ചനിയിലെ മുസ്ലിങ്ങൾക്കും ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്കും അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിങ്ങൾക്കും ബോസ്നിയയിലെ മുസ്ലിങ്ങൾക്കും ഒന്നും അല്ലാഹു തആല അവന്റെ മലക്കുകളെ വിട്ടുള്ള സഹായം കൊടുക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നിലവിൽ ഈ സഹായത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതല്ലാതെ മലക്കുകളെ കൊണ്ട് അല്ലാഹു തആല ബദരീങ്ങൾക്ക് കൊടുത്ത സഹായത്തെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുകയും ലേഖനങ്ങൾ എഴുതുകയും അത് കേൾക്കുകയും അതിന്റെ പേരിൽ ആവേശം കൊള്ളുകയും ചെയ്യുന്നതല്ലാതെ നമ്മൾ ഒരിക്കലും മുഅ്മിനീങ്ങളാകാൻ ശ്രമിക്കുന്നില്ല. വളരെ ഗൗരവമായ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. നിലവിൽ നമ്മൾ മുഅ്മിനീങ്ങളാണോ? നമ്മൾ പറയുന്നു നമ്മൾ മുഅ്മിനാണ്. എന്താ കാര്യം? വാപ്പാടെ പേര് മുസ്ലിം പേരാണ്, ഉമ്മാടെ പേര് മുസ്ലിം പേരാണ്, മഹലിന്റെ ഒരു മുസ്ലിം മഹലിന്റെ കീഴിലെ അംഗമാണ്, എന്റെ പേരും കേട്ടാൽ ഒരു മുസ്ലിം പേരാണ്, പിന്നെ ഞാൻ മുഅ്മിനല്ലെങ്കിൽ വേറെ ആരാ മുഅ്മിൻ? അത് വെറും ധാരണ പിശകാണ്. നമ്മൾ മുഅ്മിനായിട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവപൂർവ്വം ചിന്തിക്കണം. നമ്മൾ മുഅ്മിനായിട്ടുണ്ടോ? നമ്മൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ചുള്ള ചിന്തയുണ്ടോ? നമ്മൾ മുഅ്മിനാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ കൊണ്ട് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെന്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ളവരാണെന്ന. നമുക്ക് നിലവിൽ അള്ളാഹുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുക, ഇന്ന് ഈ 1998 മാർച്ച് മാസം 22-ാം തീയതി ഞായറാഴ്ച ദിവസമാണ് നമ്മൾ ഇന്നിവിടെ ഉള്ളത്. ഇപ്പോൾ ഏതാണ്ട് സമയം 11:15 മണിയായിരിക്കും. ഈ സമയത്തിനുള്ളിൽ ഇന്നത്തെ ദിവസം, ഈ ഞായറാഴ്ച ദിവസം, ഇന്ന് സുബഹി കഴിഞ്ഞിട്ട് ഇതിനുള്ളിലുള്ള സമയത്ത് ഈ വൈകുന്നേരം രാത്രി 11:15 മണിക്കുള്ളിൽ നമ്മൾ ഈ പ്രസംഗം തുടങ്ങിയത് 10:15 മണിയോടുകൂടിയാണ്. ഈ 10 മണി 10:15 മണിക്ക് മുമ്പുള്ള സമയം പ്രസംഗം തുടങ്ങിയതിനു ശേഷം പിന്നെ പ്രസംഗത്തിന്റെ ചിന്തയിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പുള്ള നമ്മുടെ ടൈം, ഇന്നത്തെ ദിവസം നമ്മൾ ഒരു 10 മിനിറ്റ് സമയം നമ്മൾ ഇന്ന് ആരെയൊക്കെ കുറിച്ച് ഓർത്തിട്ടുണ്ട്? അത് ഞാൻ ആദ്യം ചോദിക്കുക. ഇന്നത്തെ ദിവസം ആരെയൊക്കെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കാണും? എന്തൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കാണും? ഭാര്യമാരെ കുറിച്ച് ഓർത്തവരുണ്ടാവും, മക്കളെ കുറിച്ച് ഓർത്തവരുണ്ടാവും, ഗൾഫിൽ നിൽക്കുന്ന സുഹൃത്തുക്കളെ കുറിച്ച് ഓർത്തവരുണ്ടാവും, കച്ചവടത്തിൽ ലാഭനഷ്ടങ്ങളെ കുറിച്ച് ഓർത്തവരുണ്ടാവും, നമുക്ക് കാശ് തരാനുള്ള ആളിനെ കുറിച്ച് ഓർത്തവരുണ്ടാവും, നമ്മൾ കാശ് കൊടുക്കാനുള്ളതിനെ കുറിച്ച് ഓർത്തവരുണ്ടാവും,
കാശ് കൊടുക്കാനുള്ളവനെ തൊട്ട് നമുക്ക് എങ്ങനെ മറഞ്ഞു നടക്കാം എന്ന് ചിന്തിച്ചവരുണ്ടാവും. ഒരുപാട് കാര്യങ്ങളും ഓർത്തവരുണ്ടാവും. കുറെ കൂടെ മേളിലോട്ട് കയറി അല്പസ്വല്പം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവരാണെന്ന് വരികിൽ വീണ്ടും പല കാര്യങ്ങളും ചിന്തിച്ചു കാണും. സഖാവ് EMS നമ്പൂതിരിപ്പാടിന്റെ നിര്യാണത്തോടുകൂടി ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശിഷ്യ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റിയ തീരാനഷ്ടത്തെക്കുറിച്ച് ചിന്തിച്ചവരുണ്ടാകും. സീതാറാം കേസരിയെ ഒരൊറ്റ ദിവസം കൊണ്ട് ചെവിക്ക് പിടിച്ച് ഇറങ്ങിയിട്ട് സോണിയാഗാന്ധി ആ കസേരയിൽ കയറി ഇരുന്നതിനെ കുറിച്ച് ചിന്തിച്ചവരുണ്ടാവും. കെ കരുണാകരൻ രണ്ടാമതും കാർ അപകടത്തിൽ പെട്ടതിനെ കുറിച്ച് വിഷമത്തോടെ ചിന്തിച്ചവരുണ്ടാവും. പെട്ടിട്ടും അയാൾ മരിച്ചില്ലല്ലോ എന്ന് വളരെ അത്ഭുതത്തോടുകൂടി ചിന്തിച്ചവരുണ്ടാവും. പലരും ഉണ്ടാവും. പല കാര്യങ്ങളും ഓർത്തവരുണ്ടാവും. പലരെ കുറിച്ചും ചിന്തിച്ചവരുണ്ടാവും. മറ്റാരെ കുറിച്ചും ഞാൻ പറയുന്നില്ല. ഒരുപാട് ആളുകളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. കുറെ കൂടി അപ്പുറത്തോട്ട് പോയി ചിന്തിക്കുന്നവർ ബിൽ ക്ലിന്റനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. ബിൽ ക്ലിന്റൺ നേരിട്ട് കൊണ്ടിരിക്കുന്ന ലൈംഗിക അപവാദത്തെ കുറിച്ച് ചിന്തിച്ചവരുണ്ടാവും. അത് പറഞ്ഞ എവിടെ ആർക്കും പരാതി വരുന്നില്ലല്ലോ ബിൽ ക്ലിന്റന്റെ കാര്യത്തിൽ. അതുകൊണ്ട് അങ്ങനെ അതേക്കുറിച്ച് ചിന്തിച്ചവരുണ്ടാകും. മറ്റ് പല കാര്യങ്ങളും ചിന്തിച്ചവരുണ്ടാകും. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഇതൊക്കെ ചിന്തിച്ച നമ്മള് ബിൽ ക്ലിന്റനെ കുറിച്ച് ചിന്തിച്ചവർ, സദ്ദാം ഹുസൈനെ കുറിച്ച് ചിന്തിച്ചവർ, സീതാറാം കേസരിയെ കുറിച്ച് ചിന്തിച്ചവർ, സോണിയാഗാന്ധിയെ കുറിച്ച് ചിന്തിച്ചവർ, ഇന്ത്യ കണ്ട ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ അഴിമതിക്കാരിയായ പുനരുച്ചി തലൈവി ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോൽ നിയന്ത്രിക്കുന്നവളായി തീരുന്ന അത്ഭുതത്തെക്കുറിച്ച് ചിന്തിച്ചവരുണ്ടാവും. അല്ലേ? തമിഴ്നാട്ടിലെ ജയിൽ ലളിത ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോൽ നിയന്ത്രിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഈ നൂറ്റാണ്ടിലെ അഴിമതിക്കാരിയായ അവരാണ്. മൂല്യാധിഷ്ഠിത രാഷ്ട്രീയക്കാരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചിന്തിച്ചവരുണ്ടാവും. വാജ്പേയിയെ കുറിച്ച് ചിന്തിച്ചവരുണ്ടാവും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചവർ. ഇങ്ങേ അറ്റത്ത് കാശ് കടം കൊടുക്കാനുള്ളവൻ മുതൽ അങ്ങേ അറ്റത്ത് ബിൽ ക്ലിന്റൺ വരെ ഇന്നത്തെ ചർച്ചയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഒരു 10 മിനിറ്റ് സമയം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് ചിന്തിച്ച എത്ര പേരെന്റെ മുമ്പിലുണ്ടാവും? വളരെ ഗൗരവത്തോടെ നിങ്ങളൊന്ന് ആലോചിക്കുവോ? നിങ്ങളുടെ മനസാക്ഷിയോട് നിങ്ങളൊന്ന് ചോദിക്കുവോ? ഇന്നത്തെ ദിവസം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് ചിന്തിച്ചവർ, നമുക്ക് കൈ തന്ന നമ്മുടെ പടച്ചവൻ, നമുക്ക് കാല് തന്ന നമ്മുടെ പടച്ചവൻ, നമ്മുടെ കണ്ണിന് കാഴ്ചശക്തി തന്ന നമ്മുടെ പടച്ചവൻ, നമ്മുടെ ചെവിക്ക് കേൾവി ശക്തി തന്ന നമ്മുടെ പടച്ചവൻ, നമുക്ക് ചിന്താശക്തി തന്ന നമ്മുടെ പടച്ചവൻ, നമുക്ക് കഴിക്കാൻ ഭക്ഷണം തന്ന നമ്മുടെ പടച്ചവൻ, നമ്മുടെ കൈയുടെ വില നമ്മൾ അറിയണമെങ്കിൽ മക്കളെ, ഈ കൈ കൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട്? ഭാരം എടുക്കുന്നുണ്ട്, ഭാരം വെക്കുന്നുണ്ട്, വെള്ളം കോരുന്നുണ്ട്, വെള്ളം എടുക്കുന്നുണ്ട്, വെള്ളം ഒഴിക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുക്കുന്നു, ഉപയോഗിക്കുന്നുണ്ട്. കൈ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ശത്രുവിനെ തല്ലാൻ ഉപയോഗിക്കുന്ന കൈ, മിത്രത്തെ തഴുകാൻ ഉപയോഗിക്കുന്ന കൈ, എല്ലാ കാര്യത്തിനും നമ്മൾ നമ്മുടെ കൈകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കൈയുടെ വില നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ കൈ ചലിപ്പിക്കാൻ നമ്മുടെ റബ്ബ് തന്ന കഴിവിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കൈയില്ലാത്തവന്റെ മുന്നിലെത്തുമ്പോഴേ 2 കൈ ഉണ്ടായിട്ടും കൈ രണ്ടും തളർന്നു കിടക്കുന്നവൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ ആരെങ്കിലും എടുത്ത് ചുണ്ടോടടുപ്പിച്ചു കൊടുത്താൽ മാത്രം കുടിക്കാൻ കഴിയുന്നവൻ, ഒന്നും മലമൂത്ര വിസർജനം നടത്തിയിട്ടൊന്ന് അല്പമൊന്ന് വൃത്തിയാക്കണമെങ്കിൽ അതിന് വേറൊരാളുടെ സഹായം ആവശ്യമുള്ളവൻ, 2 കൈയുണ്ടായിട്ടും ഒരു നുള്ള ഭക്ഷണം വാരി കഴിക്കാൻ കഴിയാത്തവൻ, അങ്ങനെ അല്ലാഹു തആല ഇടയ്ക്കിടയ്ക്ക് ഒരായിരങ്ങളുടെ ഇടയിൽ ഒരാളുടെ കൈ രണ്ടും ചലിപ്പിക്കാത്തവരായി സൃഷ്ടിച്ചിട്ടുണ്ട്. എന്തിനാ റബ്ബങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നറിയോ? അവനോട് അള്ളാഹ്ക്ക് വിരോധമുള്ളത് കൊണ്ടല്ല മോനെ, അവനോട് റബ്ബിനെന്തെങ്കിലും പ്രത്യേക വൈരാഗ്യമുള്ളത് കൊണ്ടല്ല. ആയിരങ്ങളുടെ ഇടയിൽ ഒരുത്തന്റെ കൈ തളർന്നവനായാൽ ഈ കൈ ഇങ്ങനെ സ്വച്ഛന്തം കൈ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നവനുണ്ടല്ലോ, ഈ കൈ തളർന്നവനെ കാണുമ്പോൾ തന്റെ കൈ കൊണ്ട് തനിക്കുണ്ടായ നേട്ടത്തെക്കുറിച്ച്, കൈ തന്ന റബ്ബ് തനിക്ക് തന്ന കൈയുടെ വിലയെക്കുറിച്ച് ചിന്തിക്കാനാ. എത്ര ആളുകളാ 2 കണ്ണുമില്ലാത്തവര്, പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഭാഗ്യമില്ലാത്തവര്, തന്റെ സ്വന്തം ഉമ്മായുടെ മുഖത്ത് നോക്കി ഉമ്മ എന്ന മുഖത്തിനെ നോക്കിക്കൊണ്ട് മാതൃത്വം തുളുമ്പുന്ന ഉമ്മായുടെ കണ്ണുകളിൽ അവനെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഉമ്മ എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടാത്ത എത്ര ആളുകളാ. താൻ ജന്മം കൊടുത്ത തന്റെ പൊന്നുമോന്റെ സൗന്ദര്യമൊന്ന് കാണാൻ കഴിയാത്ത എത്ര ആളുകളാ. താൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നിറമെന്തെന്നറിയാൻ കഴിയാത്ത എത്ര ആളുകളാ. ആ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമുക്ക് 2 കൈ തന്നില്ലേ മക്കളെ, 2 കണ്ണ് തന്നില്ലേ മക്കളെ? ആ കണ്ണിന്റെ വിലയെക്കുറിച്ച് ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പോകട്ടെ, ഇവിടെ വന്നു നെല്ലിക്കുഴിയിലെ മദ്രസയുടെ
ഉദ്ഘാടനത്തിന് വേണ്ടി സമ്മേളനത്തിന്റെ അങ്കണത്തിൽ വന്നെത്തിയ പ്രിയപ്പെട്ട മുസ്ലിമേ, നീ ഇവിടെ വന്നെത്തിയതിനു ശേഷം എത്രയോ നൂറ് വട്ടം നീ മുകളിലേക്ക് ശ്വാസം പിടിച്ച് താഴേക്ക് ഉച്ഛ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശ്വാസോച്ഛ്വാസം നടത്താൻ നിന്റെ റബ്ബ് തന്ന ഭാഗ്യത്തെക്കുറിച്ച് നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വിനീതനായ ഞാൻ 4 കൊല്ലം മുമ്പ് കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ 2 ദിവസത്തെ ഇസ്ലാമിക പ്രഭാഷണത്തിന് വേണ്ടി പോയി. അന്നാർശ്ശേരി യത്തീംഖാനയുടെ ധനശേഖരണാർത്ഥം അന്നാർശ്ശേരിയിലെ അനാഥ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക ശേഖരണത്തിന് വേണ്ടി കാസർഗോഡ് ജില്ലയിലെ പടന്നയിൽ പ്രസംഗിക്കാൻ പോയ ഞാൻ 2ാമത്തെ ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ് ഞാൻ താമസിക്കുന്ന വീടിന്റെ ആദ്യത്തെ ദിവസത്തെ പ്രസംഗം കഴിഞ്ഞ് വിശുദ്ധ റമളാനിലെ 2ാമത്തെ ദിവസത്തെ പ്രസംഗത്തിന് വേണ്ടി തയ്യാറായിട്ട് ഞാനിങ്ങനെ 2ാമത്തെ താമസിക്കുന്ന വീടിന്റെ 2ാമത്തെ നിലയിലെ മുകളിലത്തെ നിലയിൽ ഇങ്ങനെ ഇരിക്കുന്ന വീടിന്റെ അപ്പുറത്ത് റോഡിൽ വന്നിട്ട് ഒരു ടൊയോട്ട കാർ വന്ന് നിൽക്കുന്നു. ആ കാറിൽ നിന്നൊരു മനുഷ്യനെ 2 പേര് കൂടി കയ്യിൽ പിടിച്ചു കൊണ്ടുവരുന്നു. ചെറുപ്പക്കാരനായ മനുഷ്യനാ, നല്ല ഭംഗിയുള്ള മനുഷ്യനാ, സൗന്ദര്യമുള്ള മനുഷ്യനാ, ആകാര സൗഷ്ഠവമുള്ള മനുഷ്യനാ. അയാളെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്നത് കണ്ടിട്ട് ഞാനിങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. എന്താണ് ഈ മനുഷ്യനെ, രോഗമെന്താണ്? നല്ല ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ. അയാൾ വന്നിട്ട് ഞാൻ താമസിക്കുന്ന 2ാമത്തെ നിലയുടെ മുകളിലേക്ക് അയാൾ വേച്ച് 2 പേരുടെ കൈപിടിച്ച് കയറി വന്ന് കസേരയിലിരുന്ന് അയാളുടെ രോഗം എന്താണ് എന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എനിക്ക് അയാളുടെ കൈകൾക്കൊരു കുഴപ്പവുമുണ്ടെന്ന് തോന്നിയില്ല, അയാളുടെ കണ്ണിനൊരു കുഴപ്പവുമുണ്ടെന്ന് തോന്നിയില്ല, കാലുകൾക്കൊരു കുഴപ്പമുണ്ടെന്ന് തോന്നിയില്ല. പക്ഷെ അല്പസമയം അയാൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴെനിക്ക് ബോധ്യപ്പെട്ടു അയാളുടെ രോഗം എന്താണെന്ന്. ഇതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടിരുന്ന കസേരയ്ക്കുള്ളിൽ അയാൾ വന്നിരുന്നിട്ട് കസേരയുടെ 2 പിടിയിലും ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് വലിച്ചു ശ്വാസം വിടുകയാ അയാൾക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല. അയാൾ വളരെ ബുദ്ധിമുട്ടി ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു, സംസാരിക്കാൻ കഴിയുന്നില്ല. കൂടെ ഇരിക്കുന്ന ആളുകൾ പറയുകയാ, ഉസ്താദ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയതാ, 32 വയസ്സുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല, അല്ലാഹു തആല സമ്പത്ത് കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. എന്റെ സഹോദരന്മാരും പിതാവും ഉൾപ്പെടെ എല്ലാവരും ഗൾഫിൽ മസ്കറ്റ് ഉൾപ്പെടെ UAE ഉൾപ്പെടെ വിവിധ രാഷ്ട്രങ്ങളിൽ വലിയ സൂപ്പർ മാർക്കറ്റുകളും സാമ്പത്തിക സംവിധാനവും ഉള്ളവരാ. അവനൊരു കുഴപ്പവുമില്ല, പടച്ചവനൊരു കുഴപ്പവും വേറെ കൊടുത്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യാം, ശ്വാസം വിടാൻ പറ്റുന്നില്ല. രാത്രിയിൽ കിടക്കുന്ന കിടക്കയുടെ മുകളിൽ ഇങ്ങനെ ഫാനിന്റെ ഹുക്കിനകത്തുനിന്ന് താഴേക്ക് കയറ് കെട്ടിയിട്ടേക്കുകയാ. ആ ഫാനിന്റെ ഹുക്കിൽ നിന്ന് താഴേക്ക് കെട്ടിയിട്ടേക്കുന്ന കയറിനെ മുറുക്കി പിടിച്ച് വലിച്ചാ ശ്വാസം വിടുന്നത്. ശ്വാസം വിടാൻ എവിടെങ്കിലും ഒന്ന് പിടിച്ചു മുറുക്കിയാലല്ലാതെ അവന് സ്വന്തം ഫ്രീ ആയിട്ട് കിടന്ന് ശ്വാസം വിടാൻ പറ്റാത്തത് കൊണ്ട് ആ കയറ് കെട്ടിയിട്ടേക്കുക, അതിലിങ്ങനെ പിടിച്ചു വലിച്ചിട്ട് ശ്വാസം വിടുകയാ. അവനല്ലാതെ ശ്വാസം വിടാൻ വയ്യ. മരുന്നുകളൊക്കെ കഴിച്ച് കുഴഞ്ഞു. ഗൾഫ് നാടുകളിൽ നിന്ന് ആസ്മറ്റിക് കംപ്ലൈന്റ് ഉള്ള രോഗികൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന സ്പ്രേയേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ള സ്പ്രേ ജപ്പാനിൽ നിന്ന് നേരിട്ട് എഴുതി വരുത്തിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം ശ്വാസം വിട്ടുകൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ ആ സ്പ്രേ ഒന്ന് വായിലേക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യും. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് ബുദ്ധിമുട്ടില്ലാതെ ശ്വാസം വിടാൻ പറ്റും. പക്ഷേ ആ സ്പ്രേയുടെ ചൂട് കൊണ്ട് അതിന്റെ സൈഡ് എഫക്ട് എന്താണെന്നറിയോ? ആ സ്പ്രേ ഒന്ന് വായിലേക്ക് വെച്ച് അടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം ഇതാണെന്ന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ വായ തുറന്ന് കാണിക്കയാ. അവന്റെ നാക്കും മേലും നാക്കുമെല്ലാം വിണ്ട് കീറിയിരിക്കുന്ന കാഴ്ചയാ കണ്ടത്. നാക്കെല്ലാം ഇങ്ങനെ കത്തി കൊണ്ട് മുറിച്ചു വെച്ചതുപോലെ മുറിഞ്ഞിരിക്കുന്നു, മേലും നാക്ക് മുറിഞ്ഞിരിക്കുന്നു. ഭക്ഷണം ചൂടോ എരിവോ ഉള്ള സാധനം വായുടെ അടുത്ത് കൂടിപ്പോലും കൊണ്ടുപോകാൻ കഴിയില്ല. മാരകമായ വല്ലാത്തൊരവസ്ഥയിലാ. ശ്വാസം മുട്ടിന്റെ കാഠിന്യം കൊണ്ട് സ്പ്രേ അടിച്ചു പോയാൽ വായിക്കകത്തെല്ലാം മാംസം പൊള്ളിയിളവുന്ന അവസ്ഥ. അത് അടിച്ചില്ലെങ്കിലോ ശ്വാസം വിടാൻ പറ്റാത്ത അവസ്ഥ. 32 വയസ്സുണ്ട്. ഗൾഫിൽ ജ്യേഷ്ഠന്മാർക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, വലിയ കൊട്ടാരം പോലെ വീടുണ്ട്, യാത്ര ചെയ്യാൻ ടൊയോട്ട കാറുണ്ട്. പക്ഷെ എന്ത് കാര്യം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൃത്യമായിട്ട് അവനൊന്ന് ശ്വാസം വിടാൻ ഭാഗ്യം കൊടുത്തിട്ടില്ല. ആ ഒരൊറ്റ കാര്യം കൊണ്ട് അവന് കിട്ടിയ മറ്റ് നിയമത്തുകളെല്ലാം പോയില്ലേ? എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ റബ്ബ് നിനക്ക് ശ്വാസം വിടാൻ തന്ന ഒരൊറ്റ ഭാഗ്യത്തെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ കണ്ണു ഷാപ്പിലേക്ക് ഓടിക്കയറുമ്പോൾ നീ നിന്റെ ശ്വാസം വിടാൻ റബ്ബ് തന്ന ഭാഗ്യത്തെക്കുറിച്ച് ഓർക്കാറുണ്ടോ? നീ ചീട്ട് കളിക്കാൻ വേണ്ടി പോകുമ്പോൾ നിന്റെ റബ്ബ് നിനക്ക് തന്ന ശ്വാസം വിടാൻ തന്ന ഭാഗ്യത്തെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? നീ മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ റബ്ബ് നിനക്ക് ഈ ശ്വാസം വിടാൻ തന്ന ഭാഗ്യത്തെക്കുറിച്ചെങ്കിലും നീ ഓർത്തിട്ടുണ്ടോ? നീ റബ്ബ് നിർബന്ധമാക്കിയ നിസ്കാരത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ നിന്റെ റബ്ബ് നിനക്ക് തന്ന ഭാഗ്യത്തെക്കുറിച്ച് നീ ഓർത്തിട്ടുണ്ടോ? നീ അന്യവനെ ഉപദ്രവിക്കാൻ
ഉപദ്രവിക്കാനും അവന്റെ സ്വത്ത് നശിപ്പിക്കുവാനും അവന്റെ അതിര് തോണ്ടാനും അവൻ ഇഷ്ടമില്ലാത്തത് നീ പിടിച്ചുപറിക്കാനും പോകുമ്പോൾ, അന്യവൻ ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ നീ പിടിച്ചുപറിക്കാനും അവന്റെ സ്വത്ത് മോഹിച്ചുകൊണ്ട് അവനെ ഉപദ്രവിക്കാനും നീ പോകുമ്പോൾ നിന്റെ റബ്ബ് നിനക്ക് തന്ന ഈ ഭാഗ്യത്തെക്കുറിച്ച് ഓർത്തിട്ടുണ്ടോ? നീ പലപ്പോഴും നെഞ്ചിന്റെ നേരെ കൈവച്ചുകൊണ്ട് ചോദിക്കുമല്ലോ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോടാ, ഞാൻ നിനക്ക് കാണിച്ചു തരാമടാ എന്ന് പലപ്പോഴും ദേഷ്യം വരുമ്പോൾ തന്റെ സുഹൃത്തിന്റെയും ശത്രുവിന്റെയും മൂക്കിൽ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുമല്ലോ, ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാമടാ എന്ന്. ഈ വലിച്ചു വിടുന്ന ശ്വാസമൊന്ന് പുറത്തേക്ക് വിടാൻ പറ്റാതെ റബ്ബങ്ങ് വിലങ്ങിക്കഴിഞ്ഞാൽ പൊന്നുപോലെ പിന്നെ നീ ആരാണെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ആരുമല്ലാതായി പോകുന്ന മുഹൂർത്തത്തെക്കുറിച്ച് നീ ഓർത്തിട്ടുണ്ടോ? ഈ ശ്വാസം വിടാൻ റബ്ബ് വന്ന ഭാഗ്യത്തിന്റെ പേരിലെങ്കിലും ഒരു ദിവസം 5 മിനിറ്റ് സമയം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് ചിന്തിക്കാൻ, എനിക്ക് ഒരുപാട് നിയമത്തുകൾ ചെയ്തുകൊണ്ട് എന്റെ റബ്ബിനെ കുറിച്ച് ചിന്തിക്കാൻ 5 മിനിറ്റ് സമയം ഞാനും നിങ്ങളും ചെലവഴിക്കുന്നുണ്ടോ എന്ന് വളരെ ഗൗരവപൂർവ്വം നാം ആലോചിക്കണം. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എപ്പോഴാ ഓർക്കുന്നത്? അള്ളാഹുവിനെ ഓർക്കാൻ നമുക്ക് സമയമുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് നാം ചിന്തിക്കുന്നുണ്ടോ? 5 മിനിറ്റെങ്കിലും ഒരു ദിവസത്തിൽ പടച്ച തമ്പുരാനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇന്നത്തെ ദിവസം ഒരു 5 മിനിറ്റ് അള്ളാഹയെ കുറിച്ച് ഓർത്തെന്ന് എഴുന്നേറ്റ് എന്ന് പറയാൻ ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ ഒരുപക്ഷെ എഴുന്നേക്കാൻ ഒരൊറ്റയാളും ഈ വേദിയിലുണ്ടാവില്ല. ചിലര് പറയും ഞങ്ങൾ ഇന്ന് 5 നേരം നിസ്കരിച്ചു, 5 വക്തത്തെ നിസ്കാരം കൂടി 50 മിനിറ്റ് എടുത്തു, ഈ 50 മിനിറ്റ് ഞങ്ങൾ അള്ളാഹയെ കുറിച്ച് ഓർക്കുന്നു. കള്ളം. നിസ്കരിക്കുമ്പോഴാണ് അള്ളാഹയെ കുറിച്ച് ഒട്ടും ഓർക്കാൻ പറ്റാത്ത. നിസ്കരിക്കുന്നു എന്ന് പറയും, എല്ലാവരുടെ കാര്യമല്ല, എല്ലാ നിസ്കാരക്കാരും അല്ല. മനസ്സിലായില്ല? അള്ളാഹ് അല്ലാത്ത എല്ലാറ്റിനെയും തട്ടി മാറ്റാൻ വേണ്ടിയാണ് കൈ ഇങ്ങനെ അള്ളാന്ന് പറഞ്ഞ് പൊക്കുന്നത്. ഇപ്പൊ സാധാരണ നിലയിൽ നിസ്കാരത്തിൽ അള്ളാഹെ അങ്ങ് മാറ്റുക, അക്ബർ എന്ന് പറഞ്ഞ് കെട്ടുമ്പോ അള്ളാഹ് അല്ലാത്ത എല്ലാം കൂടെ വന്ന് നെഞ്ചത്തോട്ട് കയറും. എന്നിട്ട് നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മൊത്തം ഓർമ്മയും ദുനിയാവിന്റെ കാര്യമാണ്. ഇമാമും ജമാഅത്തുമാണെങ്കിൽ പിന്നെ സുഖമാ. ഇമാമിന്റെ പുറകിൽ ഇങ്ങനെ നിന്നുകൊടുത്താൽ മതി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അവസാനം ഇമാം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞോ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത്. നിലവിൽ നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി കഴിയുന്നതോടെ ഇബ്ലീസ് അങ്ങ് കയറും നെഞ്ചത്തേക്ക്. പിന്നെ അവൻ എപ്പോഴാ പോകുന്നത്? എപ്പോഴാവൻ പോകുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, പോയിട്ട് വാളിയ അടുത്ത വക്കത്തിൽ വാ കാണാം. ഇപ്പുറത്തും അസ്സലാമു അലൈക്കും അലയും പോയിട്ട് വാ അടുത്ത വക്കത്തിൽ കാണാം. ആ സമയത്ത് വന്ന് നെഞ്ചോട് അടുക്കി കയറുക. ഇപ്പൊ നിസ്കാരം പോലും ഞാൻ പല ആളുകളിലും പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മഹാനായ ഇമാം അലി റളിയല്ലാഹു അൻഹു, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനാണ് മഹാനായ ഇമാം അലി റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ദീൻ പഠിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു സഹാബാക്കളിൽ നിന്ന് വ്യത്യസ്തമായി ഇരുളിന്റെ രഹസ്യങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് തന്റെ നെഞ്ചത്ത് നിന്ന് വസ്ത്രം മാറ്റിയിട്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ നിന്നും വസ്ത്രം മാറ്റിയിട്ട് അലിയെ തന്നോട് അടുപ്പിച്ച് തനിക്ക് റബ്ബുൽ ഇസ്സത്ത് തന്നിട്ടുള്ള വിജ്ഞാനത്തിന്റെ സാഗരത്തിന്റെ ഒഴുക്ക് മൊത്തം അലിയുടെ നെഞ്ചിലേക്ക് ആവാഹിച്ചു കൊടുത്ത മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ തോട്ടമാ, അതിലേക്ക് കടക്കുന്ന വാതിൽ അലിയാണ്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുണർന്നു. എന്നിട്ട് പ്രവാചകന്റെ ഹൃദയാന്തരാളങ്ങളിലെ വിജ്ഞാനത്തിന്റെ രഹസ്യ സാഗരങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അന്തരംഗത്തേക്ക് പ്രവാചകൻ ആവാഹിച്ചു കൊടുത്തു. അപ്പോൾ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹൃദയത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അലി റളിയല്ലാഹു അൻഹുവിനെ മരുമോനായിട്ട് എടുത്തത് വെറുതെ അല്ല. അങ്ങനെ ആരും കരുതരുത് അള്ളാഹിന്റെ റസൂലിന് വേറെ ആരും കിട്ടാത്തോണ്ടാണോ. അലി റളിയല്ലാഹു തആല അൻഹു രാവിലെ എഴുന്നേറ്റിട്ട് പുല്ല് മുറിക്കാൻ വേണ്ടി പോയതാ. പുല്ല് മുറിക്കാൻ അലിയുടെ ജോലി എന്താ? റസൂലുള്ളാഹിന്റെ മകളെ കല്യാണം കഴിക്കുമ്പോൾ, അള്ളാഹിന്റെ റസൂലിന്റെ മകളെ കല്യാണം കഴിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ജോലി എന്താ? പുല്ല് മുറിച്ചുകൊണ്ടൊന്ന് ഒട്ടകമുള്ളവർക്ക് വിൽക്കുന്ന ജോലി. ഒന്ന് ഓർത്തു നോക്കിയേ. ഇന്നൊരു ചെക്കനെ കിട്ടണമെങ്കിൽ എന്തെല്ലാം പോയിട്ട് ഇങ്ങനെ നോക്കും. കാളയെ വാങ്ങാൻ പോകുന്നതിനേക്കാൾ കഷ്ടമാ ഒരു ചെക്കനെ കിട്ടാൻ വേണ്ടിയിട്ട് പോകല്. അവിടെ തട്ടി നോക്കി, ഇവിടെ തട്ടി നോക്കി, എങ്ങനെയുണ്ട്, ഏതുണ്ട്, എത്ര വയസ്സുണ്ട്, ഏതൊക്കെ രൂപം, ഏതൊക്കെ ഭാവം, കുടുംബം, ഉപ്പുപ്പ, ഉമ്മുമ്മ, അവിടുന്ന് അങ്ങനെ 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 അങ്ങോട്ട്. അടുത്ത സമയത്ത് ഒരാള് മകൾക്കൊരു കല്യാണാലോചന വന്നു. ഒരു വലിയ കുടുംബത്തിലെ ഒരു കല്യാണാലോചന. കോടിക്കണക്കിന് രൂപ സ്വത്തുള്ള ഒരു പെൺകുട്ടിയാണ് കല്യാണാലോചന വന്നത്. മകൻ എഞ്ചിനീയറാണ്, ഗൾഫിലാണ്. ആളെ ഒന്നും ഞാൻ പറയുന്നില്ല. കല്യാണാലോചന വന്നു. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുക. കോളേജിൽ സ്വന്തമായിട്ട് കാർ ഓടിച്ചു പോകുന്ന കുട്ടിയാ. പക്ഷെ പർദ്ദ ഇട്ടുകൊണ്ടാ കാർ ഓടിച്ചു പോകുന്നത്.
നല്ല ദീനി പശ്ചാത്തലമുള്ള കുടുംബം, കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്നു, സാമ്പത്തിക ശേഷിയുണ്ട്, പർദ്ദ ഇട്ടുകൊണ്ടാ കോളേജിൽ പോകുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക പശ്ചാത്തലമുള്ള കുടുംബം. എല്ലാം കഴിഞ്ഞ് കല്യാണമൊക്കെ ഉറച്ചു എന്ന് കേട്ടതിന് ശേഷം പിന്നീട് കുറെ കാലങ്ങൾക്ക് ശേഷം ഞാൻ ചോദിച്ചു, നടന്നില്ലേ കല്യാണം? പിന്നൊന്നും അറിഞ്ഞില്ലല്ലോ. അത് നടന്നില്ല. എന്താ അത് കുറെ ഞങ്ങൾ ആലോചിച്ചു വന്നപ്പോ ഈ കുട്ടിയുടെ ഉപ്പുപ്പായിക്ക് വാപ്പാടെ മത്സ്യക്കച്ചവടമായിരുന്നു. അതുകൊണ്ടത് നടന്നില്ല. വാപ്പായ്ക്ക് മത്സ്യക്കച്ചവടം എന്ന് പറഞ്ഞാൽ എന്ത് മത്സ്യക്കച്ചവടം? റോഡിൽ കൊണ്ടുപോയിട്ട് ചെറിയ പാവപ്പെട്ട ആളുകൾ വിൽക്കുന്നത് പോലെ കൊട്ടയ്ക്കകത്ത് കൊണ്ടുപോയി വിൽക്കലല്ല, ബോട്ടിലേറ്റ് മത്സ്യം വാങ്ങി കച്ചവടം നടത്തുന്ന മത്സ്യക്കച്ചവടം. അതുകൊണ്ട് ആ കല്യാണം നടന്നില്ല. ഒന്ന് ഓർത്തു നോക്കണേ അവസ്ഥ. എന്റെ മനസ്സിലത് വല്ലാതെ സ്ട്രൈക്ക് ചെയ്യുന്നു. മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥ നോക്കണേ. കുട്ടിയുടെ വാപ്പായി മത്സ്യക്കച്ചവടമായിരുന്നു. അന്നത്തെ കാലത്ത് ബോട്ടുണ്ടായിരുന്ന കച്ചവടക്കാരന്റെ അയാള്, പക്ഷെ മത്സ്യക്കച്ചവടമായിരുന്നു എന്നുള്ളത് കൊണ്ട് നടന്നില്ല. ഈ മത്സ്യം അങ്ങേര് ബോട്ടിനകത്ത് മത്സ്യം വാങ്ങിച്ച് കച്ചവടം നടത്തി എന്നതിന്റെ പേരിൽ നടന്നില്ല എന്ന് പറയുന്ന ഈ ആൾ ഒരു ദിവസം എത്ര കിലോ മത്സ്യം തിന്നുന്ന ആളാ? അയാൾ പോയി പിടിച്ചല്ലെങ്കിൽ വേറൊരാൾ പോയി പിടിച്ച് അയാളെ പോലെ ഒരാൾ വാങ്ങി അത് വേറൊരാൾക്ക് വിറ്റ് അവിടുന്ന് എത്ര കൈകൾ മറിഞ്ഞ് ഇയാളുടെ മുമ്പിൽ വന്ന് ആ മത്സ്യത്തിലെ മൊത്തം അഴുക്കും. മീൻ പിടിക്കുന്നവന്റെ ദേഹത്ത് അഴുക്കൊന്നും പറ്റൂല. മീൻ പിടിക്കുന്നവന്റെ ദേഹത്ത് അഴുക്കൊന്നും പറ്റൂല. മീൻ വിൽക്കുന്നവന്റെ ദേഹത്ത് അഴുക്ക് പറ്റൂല. അഴുക്ക് പറ്റുന്നത് മീൻ മുറിക്കുന്ന അവന്റെ പൊണ്ടാട്ടിയുടെ ദേഹത്താ. വേറെ ആരുടെ ദേഹത്ത് മീന്റെ അഴുക്ക് പറ്റൂല. മീന്റെ അഴുക്കും കുടലും എല്ലാം എടുത്തു കളഞ്ഞ് കറി വെച്ച് തന്റെ പൊണ്ടാട്ടി കൊണ്ടു കൊടുക്കുന്നു. അവൻ ഇഷ്ടം പോലെ കഴിക്കുന്നു. അത് പ്രശ്നമല്ല. ഇത് പണ്ട് ആരാണ്ട് കച്ചവടം നടത്തിയതിന്റെ പേരിൽ കല്യാണം ഉറപ്പിച്ചിട്ട് തെറ്റിച്ചു കളഞ്ഞുകൊണ്ട് മനുഷ്യന്റെ മാനസിക. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ പുന്നാരമോള് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കല്യാണം കഴിക്കാൻ ആരൊക്കെ വരുമായിരുന്നു മക്കളെ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്ന് മര്യാദ പഠിച്ച പൊന്നുമോളെ കെട്ടാ, സ്വർഗത്തിലെ തമ്പുരാന്റിയെ കെട്ടാ, ഹൗർലീങ്ങളായ പെണ്ണുങ്ങൾ നാളെ വന്നിട്ട് സ്വർഗത്തിൽ നിന്ന് മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളുടെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ മുഅ്മിനത്തുകളാണ്, നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിച്ചവരാണെന്നൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ ഈ സൗന്ദര്യത്തിന്റെ ഏഴയലത്ത് പോലും നിങ്ങൾ വരില്ലല്ലോ എന്ന് പറഞ്ഞ് ഹൗർലീങ്ങളായ പെണ്ണുങ്ങൾ മുഅ്മിനാത്തുകളെ കളിയാക്കുമ്പോൾ നഹ്നു മുസല്ലിയാതു സല്ലിയാതു നഹ്നു സായിമാതു സായിമാതു എന്ന് പറഞ്ഞുകൊണ്ട് ഗാനമാലപിച്ചുകൊണ്ട് ഹൗർലീങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തആല തൊലിക്ക് കുറച്ച് വെളുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ കണ്ണിന് അല്ലാഹു തആല കുറച്ച് ആകർഷണീയത വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ റബ്ബിന് സുജൂദ് ചെയ്യാൻ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ആ ഭാഗ്യം കിട്ടിയവരാ ഞങ്ങള്. റബ്ബിനു വേണ്ടി സുജൂദ് ചെയ്ത പെണ്ണുങ്ങളാ ഞങ്ങള്. റബ്ബിനു വേണ്ടി നോമ്പ് നോറ്റ് പട്ടിണി നിന്ന പെണ്ണുങ്ങളാ ഞങ്ങള്. ഒരുപാട് പെണ്ണുങ്ങളെ നിങ്ങൾ സുന്ദരികളാ, പക്ഷേ ഒരൊറ്റ മിനിറ്റ് പോലെ റബ്ബിനു വേണ്ടി പട്ടിണി നിൽക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം കിട്ടിയിട്ടില്ല. ഞങ്ങൾ ദുനിയാവിലെ പെണ്ണുങ്ങളെ അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി നിന്ന് നോമ്പ് നോറ്റ പെണ്ണുങ്ങളാ, അള്ളാഹ്ക്ക് വേണ്ടി ദിക്റ് ചൊല്ലി നാവിനെ അനുഗ്രഹീതമാക്കിയ പെണ്ണുങ്ങളാ, റബ്ബിനു വേണ്ടി ത്യാഗം ചെയ്ത പെണ്ണുങ്ങളാ. ആ പെണ്ണുങ്ങളുടെ മുന്നിൽ തൊലിയുടെ വെളുപ്പ് കാട്ടി വീമ്പ് പറയേണ്ട പൊയ്ക്കൊള്ളിൽ തമ്പുരാട്ടികളെ എന്ന് പറഞ്ഞ് ഹൂർലീങ്ങൾക്ക് മൂമിനത്തുകൾക്ക് വേണ്ടി വാദിക്കാൻ ഹൂർലീങ്ങളുടെ മുന്നിൽ പോകുന്ന ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ സ്വർഗ്ഗത്തിലെ തമ്പുരാട്ടി, സ്വർഗീയ രാജ്ഞി, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോൾ, മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ചിറകിന്റെ സ്പർശനമേറ്റ ആ പൂമോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ പുന്നാര കണ്ണണി. ഈ ശ്വാസം വിടാൻ റബ്ബ് തന്ന ഭാഗ്യത്തിന്റെ പേരിലെങ്കിലും ഒരു ദിവസം 5 മിനിറ്റ് സമയം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് ചിന്തിക്കാൻ, എനിക്ക് ഒരുപാട് നിഅമത്തുകൾ ചെയ്തുതന്ന എന്റെ റബ്ബിനെ കുറിച്ച് ചിന്തിക്കാൻ 5 മിനിറ്റ് സമയം ഞാനും നിങ്ങളും ചെലവഴിക്കുന്നുണ്ടോ എന്ന് വളരെ ഗൗരവപൂർവ്വം നാം ആലോചിക്കണം.